മഹാരാഷ്ട്ര ഓരോ 10 മിനിറ്റ് കഴിയുമ്പോഴും അങ്ങനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. 220 BJP സഖ്യത്തിന്റെ ലീഡ് നില ഉയരുന്നു. സ്വപ്ന തുല്യമായ ഒരു ഫിനിഷിലേക്ക് BJP സഖ്യം അവിടെ എത്തുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 220 ഒരു എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലും 170 മുകളിലേക്ക് അല്ലെങ്കിൽ 180 മുകളിലേക്ക് ഒരു ഫലം BJP ക്യാമ്പിന് നൽകിയിരുന്നില്ല. ഒരു പക്ഷെങ്കിൽ BJP പോലും അത്തരത്തിൽ പ്രതീക്ഷിച്ചിരുന്നില്ല. അത്തരം പ്രതികരണങ്ങൾ BJPയുടെ ഭാഗത്തുണ്ടായിരുന്നില്ല. 150 മുകളിൽ എന്ന ഒരു നമ്പറിലേക്കാണ് BJP സഖ്യം പോലും പലപ്പോഴും അവരുടെ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള പ്രചാരണ പരിപാടികളിൽ അവർ വ്യക്തമാക്കിയത്. എന്നാൽ അതിനെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് മറികടന്നുകൊണ്ട് 220 എന്ന ഒരു നമ്പറിലേക്ക് 288 സീറ്റിൽ 220 ലീഡ് ചെയ്യാൻ BJPക്ക് തിരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് തുടങ്ങി. ഏതാണ്ട് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും അങ്ങനെ ഘട്ടം ഘട്ടമായി നില ഉയർത്തി 220 എത്താൻ സാധിക്കുന്നു. അവിടെ കോൺഗ്രസ് സഖ്യം 55 കൂപ്പുകുത്തുന്നു. ഗൗതമുണ്ട്. ഗൗതം, ഈ നമ്പർ അത് കൃത്യമായി നൽകുന്ന ഒരു സന്ദേശമുണ്ട്. അവിടെ നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ച പോലെ BJP മുന്നോട്ട് വെക്കുന്ന വികസന രാഷ്ട്രീയമുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ, നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു വികസന രാഷ്ട്രീയമുണ്ട്. BJP ലീഡ് ചെയ്ത അല്ലെങ്കിൽ ഏകനാഥിൻ്റെ ലീഡ് ചെയ്ത സർക്കാർ മുന്നോട്ട് വെച്ച് വികസന പദ്ധതികളുണ്ട്. അതൊക്കെ ഒരു ഘടകമാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ എന്താണ് BJP സഖ്യം മുന്നോട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ യഥാർത്ഥ ശിവസേന ആരാണ്? ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ, ദേശീയ രാഷ്ട്രീയതയുടെ ഒരു സന്ദേശം അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്താൻ ആ സന്ദേശം ജനങ്ങൾ ഏറ്റെടുത്തു എന്നുകൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ അങ്ങനെ കൂടി വിലയിരുത്തണ്ടേ ഗൗതം? ശിവസേന ഉദ്ധവ് വിഭാഗത്തിനേറ്റ കനത്ത പ്രഹരമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നതിൽ തർക്കമില്ല. കേവലം 16 സീറ്റിലേക്ക് ഉദ്ധവ് താക്കറെ നയിക്കുന്ന ശിവസേന ചുരുങ്ങിപ്പോവുകയാണ്. ഉമേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത ഏതാണ് യഥാർത്ഥ ശിവസേന? അതായത് 1967 ബാലാസാഹിബ് താക്കറെ രൂപീകരിച്ച ഹിന്ദുത്വ ദേശീയതയുടെ പ്രതീകമായ ശിവസേന, ആ ശിവസേന രൂപീകരിക്കുന്ന ഘട്ടത്തിലും പിന്നീട് ഓരോ വർഷവും ദസറ സന്ദേശത്തിൽ ഉൾപ്പെടെ ബാൽ താക്കറെ ശിവസൈനികർക്ക് നൽകുന്ന സന്ദേശത്തിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ കടന്നാക്രമിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ആയിരുന്നു. അതായത് ഭാരതത്തിലെയും മഹാരാഷ്ട്രയിലെയും ഹിന്ദു സമൂഹം നേരിടുന്ന എല്ലാ പ്രതിസന്ധിയുടെയും ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നെഹ്റു കുടുംബവുമാണ് എന്ന് തുറന്നടിച്ച നേതാവാണ് ബാൽ താക്കറെ. അങ്ങനെ ഹിന്ദുത്വ ദേശീയതയ്ക്ക് എല്ലാ കാലത്തും എതിരാണ് കോൺഗ്രസ് എന്ന് പ്രഖ്യാപിച്ച, ആരോട് സന്ധി ചെയ്താലും കോൺഗ്രസിനോട് സഖ്യം ചേരരുത് എന്ന് ഓരോ ശ്വാസത്തിലും വിശ്വസിച്ചിരുന്ന ബാൽ താക്കറെയുടെ സ്വന്തം മകൻ തന്നെ പിന്നീട് കോൺഗ്രസുമായി സഖ്യം ചേർന്ന് അവിടെ മുഖ്യമന്ത്രി പദത്തിലെത്തി. മാത്രമല്ല ഈ ഉദ്ധവ് താക്കറെ ശിവസൈനികരോടും ബാൽ താക്കറയോടുമെല്ലാം അനീതി കാണിച്ചുവെന്ന വലിയ വികാരം അവിടെ ശിവസേന പ്രവർത്തകർക്കിടയിലുണ്ട്. അതിന്റെ ഒരു കാരണം ഒന്ന് കോൺഗ്രസുമായി സഖ്യം ചേർന്നു എന്ന് സൂചിപ്പിച്ചു. അതുമാത്രമല്ല ഈ ബാൽ താക്കറെയുടെ കാലത്തൊക്കെ ശിവസേനയെ നയിക്കുന്നത് മാധവശ്രീ കുടുംബമാണ്. അതായത് ബാൽ താക്കറെയുടെ കുടുംബമാണ്. ആ ബാൽ താക്കറെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് ആരും നേരിട്ട് പാർലമെന്ററി രംഗത്തേക്ക് വരാറുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം ഒരു ആധ്യാത്മികതയിലൊക്കെ വിശ്വസിച്ചിരുന്ന നേതാവാണ്. അതിനാൽ തന്നെ താൻ സംഘടനയെ നയിച്ചോളാം, അധികാര രാഷ്ട്രീയത്തിൽ തനിക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ തന്റെ കുടുംബമോ ഒന്നും തന്നെ ഈ അധികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമാകേണ്ടതില്ല, അത് ഈ സംഘടനയെ നയിക്കാൻ ഞങ്ങളുണ്ട് എന്ന നിലപാടാണ് എല്ലാ കാലത്തും മാധവശ്രീ കൈക്കൊണ്ടിരുന്നത്. എന്നാൽ ആ കുടുംബത്തിൽ നിന്നും ബാൽ താക്കറെയുടെ കാലഘട്ടത്തിന് ശേഷം പിന്നീട് മുഖ്യമന്ത്രിയാകാൻ പോലും ഉദ്ധവ് താക്കറെ തയ്യാറായി എന്നത് ബാൽ താക്കറെയോട് ചെയ്ത ഏറ്റവും വലിയ അനീതിയായി ശിവസൈനികർ വിശ്വസിച്ചു. എന്തായാലും അതിന്റെയൊക്കെ വലിയ തിരിച്ചടിയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ഉദ്ധവ് താക്കറെയുടെ അതിദയനീയമായ പ്രകടനം. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരു ഭാഗത്ത് ഉദ്ധവ് താക്കറെ തകർന്നടിയുമ്പോൾ മറുഭാഗത്ത് രാജ് താക്കറെയും തകർന്നു വീഴുന്നു എന്ന കാര്യം കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തണം. നമുക്ക് ലഭ്യമാകുന്ന വിവരം മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയ്ക്ക് ഒരു സീറ്റിൽ പോലും ലീഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന നമുക്കറിയാം ഉദ്ധവ് താക്കറെയുമായുള്ള ഈഗോ പ്രശ്നത്തെ തുടർന്നാണ് രാജ് താക്കറെ 2006 മാർച്ച് മാസം 11-ാം തീയതി മുംബൈയിൽ വെച്ച് ശിവസേനയെ പിളർത്തി പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുക്കുന്നത്. മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന പിന്നീട് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഒരു വലിയ തീയായി മാറും എന്ന് കരുതപ്പെട്ട പ്രസ്ഥാനമായിരുന്നു. അവരുടെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2019 അവര് 13 സീറ്റിൽ വിജയിച്ചു. പക്ഷേ 14-ൽ കേവലം ഒരു സീറ്റിൽ മാത്രമാണ് വിജയിച്ചത്. കഴിഞ്ഞ 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിലും MNS ഒരു സീറ്റിൽ മാത്രമാണ് ഒതുങ്ങിയതെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ പോലും MNS ലീഡ് ചെയ്യുന്നില്ല. രാജ് താക്കറെ തന്റെ മകനായ
അമിത് ഠാക്കറെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചിരുന്നു. മാഹിം എന്ന നവനിർമ്മാൺ സെനയ്ക്ക് അല്പം സ്വാധീനമുള്ള മണ്ഡലമാണ് ഈ മാഹിം. അവിടെ അമിത് ഠാക്കറെ 3ാം സ്ഥാനത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ശിവസേന ഒരു പുതിയ നിലയിലേക്ക്, അതായത് ബാൽ ഠാക്കറെയുടെ യഥാർത്ഥ ആശയം ഉയർത്തിപ്പിടിക്കുന്ന, അല്ലെങ്കിൽ താനെയിൽ നിന്നും ഓട്ടോ തൊഴിലാളിയായി സംഘടനാ പ്രവർത്തന രംഗത്തേക്ക് വന്ന ഏക്നാഥ് ഷിൻഡെ, അതായത് വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന ശിവസേന, അതാണ് ബാലാസാഹിബ് താക്കറെയുടെ ലെഗസി ഉയർത്തിപ്പിടിക്കുന്ന ശിവസേന. ഹിന്ദുത്വ ദേശീയത്തിന്റെ പ്രതീകമായ ശിവസേന ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയാണ് എന്ന് അടിവരയിടുന്ന മറ്റൊന്നുകൂടിയില്ലേ, 2019 പറഞ്ഞ വാക്കു പാലിക്കാതെ വഞ്ചിച്ച് പടിയിറങ്ങിപ്പോയ ശിവസേനയുടെ ഉദ്ധവ് പക്ഷത്തിന് BJP കൊടുക്കുന്ന ഒരു മധുര പ്രതികാരം കൂടിയല്ലേ ഈ തിരഞ്ഞെടുപ്പ് ഫലം. 128 BJP ലീഡ് ചെയ്യുമ്പോൾ വെറും 17ഇടത്താണ് ഉദ്ധവ് പക്ഷത്തിന് ലീഡ് ചെയ്യാനാകുന്നത്. കൃഷ്ണരാജെ, ഉറപ്പായും ഉദ്ധവ് താക്കറെയുടെ വഞ്ചനയ്ക്ക്, അല്ലെങ്കിൽ ഉദ്ധവിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ശിവസേനക്കാർ അന്ന് കാണിച്ച വഞ്ചനയ്ക്കുള്ള മധുര പ്രതികാരം തന്നെയാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലം എന്നതിൽ ഒരു തർക്കവും ഒരു രാഷ്ട്രീയ നിരീക്ഷകനും ഉണ്ടാകാൻ പാടില്ല. കാരണം 2019 സഖ്യം ചേർന്ന് മത്സരിക്കുകയും BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുകയും ചെയ്ത ഘട്ടത്തിൽ സാമാന്യമായ രാഷ്ട്രീയ മര്യാദയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ കക്ഷി മുഖ്യമന്ത്രി സ്ഥാനം കൈകാര്യം ചെയ്യുക എന്ന ധാരണയിൽ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി പദത്തിലേക്ക് ദേവേന്ദ്ര ഫട്നാവിസ് ചുമതല ഏൽക്കാൻ പോകുന്ന ഘട്ടത്തിലാണ് സഞ്ജയ് റൌത്തിനെ പോലെയുള്ള നേതാക്കൾ പിന്നിലൂടെ വലിയ തോതിൽ ചില പിന്നാങ്കളികൾ കളിച്ച് അന്ന് ആ സർക്കാരിനെ താഴെ ഇറക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് മഹാവികാസ് അഗാഡി എന്ന പേരിൽ ഒരിക്കൽ പോലും ശിവസൈനികർ ആഗ്രഹിക്കാത്ത കോൺഗ്രസിനോടും ശരത് പവാറിനോടും കൈകോർത്തുകൊണ്ട് മാധവശ്രീ കുടുംബത്തിൽ നിന്നും ആദ്യമായി ഒരാൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ ഉദ്ധവ് താക്കറെ അവിടെ ഭരണത്തിലേറി. പിന്നീട് നമുക്കറിയാം, കോവിഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലൊക്കെ ആ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടു. അങ്ങനെ വലിയ ഭരണവിരുദ്ധ വികാരം രൂപപ്പെടുകയും ഒടുവിൽ ശിവസേന രണ്ടായി പിളരുകയും ചെയ്തതിന്റെ ഒക്കെ ചരിത്രം നമുക്ക് അറിയാവുന്നതാണ്. എന്തായാലും വലിയ ഒരു മധുരപ്രതികാരം തന്നെയാണ് BJPയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയും ഉദ്ധവ് താക്കറെയുടെ രാഷ്ട്രീയ ഭാവി എന്താണ്? അതോ പൂർണ്ണ രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഉദ്ധവ് താക്കറെ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകുമോ എന്നതാണ് ചോദ്യം. കാരണം ഉദ്ധവ് താക്കറെക്ക് സത്യത്തിൽ രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിക്കുവാൻ വലിയ താല്പര്യമില്ലാത്തൊരു നേതാവായിരുന്നു. ഉദ്ധവ് താക്കറെക്ക് ഏറ്റവും താല്പര്യം ഫോട്ടോഗ്രാഫിയിലാണ്. അദ്ദേഹം തന്നെ പല ഇന്റർവ്യൂകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫോട്ടോഗ്രാഫിയാണ്, പ്രത്യേകിച്ച് വനമേഖലയിലൊക്കെ പോയി. അതെ കൃഷ്ണരാജ്, ഇനി ഒരു സ്റ്റുഡിയോ ഒക്കെ തുടങ്ങി അങ്ങനെ മുന്നോട്ട് പോകേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കാരണം അദ്ദേഹം രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്ന ആളായിരുന്നില്ല. പക്ഷെ ചില പ്രത്യേക പശ്ചാത്തലത്തിൽ ഒരു കാലഘട്ടത്തിൽ പെട്ടെന്ന് ഉദ്ധവ് താക്കറെ ഉദയം ചെയ്യുകയായിരുന്നു. ഇത് തന്നെയാണ് ഈ രാജ് താക്കറേക്കും ഉദ്ധവ് താക്കറേക്കും ഇടയിൽ ഉണ്ടായ ഒരു ഈഗോ പ്രശ്നത്തിന്റെ അടിസ്ഥാനം തന്നെ ഇത് തന്നെയായിരുന്നു. കാരണം രാജ് താക്കറെ ഈ ബാൽ താക്കറെയുടെ അതേ പ്രസംഗ ശൈലിയും അതേ ബോഡി ലാംഗ്വേജും ഒക്കെ ഉള്ള ഒരു നേതാവായിരുന്നു. അപ്പോൾ ശിവസൈനികരും കരുതിയിരുന്നത് ബാൽ താക്കറെക്ക് ശേഷം രാജ് താക്കറെ ഉദിച്ചുയർന്ന് ഈ പ്രസ്ഥാനത്തെ നയിക്കുമെന്നതായിരുന്നു. പക്ഷെ ഉദ്ധവ് താക്കറെ ഇതിനിടയിൽ വരികയും പിന്നീട് ഇരുവർക്കും ഇടയിൽ വലിയ തോതിലുള്ള ഭിന്നതയുണ്ടായാണ് ആദ്യമായി ശിവസേന പിളരുന്നത്. 1967 കാർട്ടൂണിസ്റ്റായി മാധ്യമ മേഖലയിലൊക്കെ ചെറിയ ശ്രദ്ധാകേന്ദ്രം മാത്രമായിരുന്ന ബാൽ താക്കറെ ഹിന്ദുത്വ ദേശീയതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 67 രൂപപ്പെടുത്തിയ ശിവസേന പിന്നീട് 2006 ആദ്യമായി പിളരുന്നത് ഈ ഉദ്ധവ് താക്കറേക്കും രാജ് താക്കറേക്കും ഇടയിലുള്ള കടുത്ത അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ്. പിന്നീട് അതേ ഉദ്ധവ് താക്കറെ എല്ലാ രാഷ്ട്രീയ നയങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് കോൺഗ്രസുമായി കൈകോർത്തതിനെ തുടർന്ന് 2022 വീണ്ടും ശിവസേന പിളർന്നു. ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ മറ്റൊരു വിഭാഗം പോയി. അതെല്ലാം നമുക്കറിയാവുന്നതാണ്. എന്തായാലും ഈ ശിവസേനയെ സംബന്ധിച്ച് മഹാരാഷ്ട്രയുടെ ജനസമൂഹം ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന മറ്റൊരു സുപ്രധാനമായ വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഈ നാഗ്പൂർ റീജിയൻ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ശക്തി കേന്ദ്രമായ അല്ലെങ്കിൽ ആസ്ഥാനമായ RSSന്റെ ആസ്ഥാനമായ നാഗ്പൂർ റീജിയണിൽ 5 സീറ്റിലും BJP ലീഡ് ചെയ്യുന്നു. നിർണായകമായ ഒരു ലീഡ് അവിടെ 5 സീറ്റിലും BJPക്ക് നേടാൻ സാധിച്ചെന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഗൗതം മറ്റൊന്നുകൂടി ചേർത്തോട്ടെ. ഈ ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന വിദർഭ പിന്നീട് BJPയുടെ ശക്തി കേന്ദ്രമായി മാറി. അവിടെ 36 സീറ്റുകളിൽ കോൺഗ്രസും BJPയും നേർക്കുനേർ മത്സരിക്കുന്നു. ദേവേന്ദ്ര ഫട്നാവിസ് അവിടെയാണ്. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ ബവൻഗുലെ അവിടെയാണ്. കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ നാനാ പട്ടോളയും വിദർഭ മേഖലയിലാണ് മത്സരിച്ചത്. അവിടെ വ്യക്തമായ മുന്നേറ്റം BJP ആവർത്തിക്കുന്നുവോ?
ഷാജ, വിദർഭയിലാണ് ഈ മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉള്ളത്. 62 സീറ്റുകളാണ് വിദർഭ മേഖലയിലുള്ളത്. ആ 62-ൽ ഭൂരിപക്ഷം സീറ്റുകളിലും BJP ലീഡ് ചെയ്യുകയാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 62 സീറ്റുകളുള്ള വിദർഭ മേഖലയിൽ സ്വാധീനം രൂപപ്പെടുത്തുന്ന രാഷ്ട്രീയ പാർട്ടി പൊതുവെ മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായി മാറും. കാരണം അതിന്റെ അടിസ്ഥാന കാരണം ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉള്ളത്, ഈ 62ഓളം സീറ്റുകൾ വരുന്നത് വിദർഭ റീജിയനിലാണ്. കൂടാതെ വാണിജ്യ തലസ്ഥാനമായിട്ടുള്ള മുംബൈ ഉൾപ്പെടെയുള്ള മേഖലകളിലും BJP ശിവസേന സഖ്യത്തിന് വ്യക്തമായ ആധിപത്യം നേടാൻ കഴിയുന്നു. ഇത് കൂടാതെ കൊങ്കൺ ബെൽറ്റിലും അതോടൊപ്പം തന്നെ നോർത്ത് സൗത്ത് മഹാരാഷ്ട്രയിലും മറാഠാവാഡയിലുമെല്ലാം BJPക്ക് കൃത്യമായ മേധാവിത്വമുണ്ട്. ഈ മറാഠ സംവരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന മേഖലയാണ്. അവിടെ മറാഠ സമൂഹം നമുക്കറിയാം, അവര് സംവരണത്തിനായി കഴിഞ്ഞ കുറെ നാളുകളായി തെരുവിൽ പ്രതിഷേധിക്കുന്ന ഒരു സമൂഹമാണ്. അവരുടെ വോട്ടുകൾ ഇത്തവണ BJPക്ക് എതിരാകുമെന്നൊക്കെയുള്ള വലിയ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ മറാഠാവാഡ റീജിയണിൽ പോലും BJP ശിവസേന സഖ്യം വ്യക്തമായ മേധാവിത്വം നേടുന്നുണ്ട്. ഒപ്പം ഉമേഷ് സൂചിപ്പിച്ച നാഗ്പൂർ മേഖല, നാഗ്പൂർ മേഖല രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ആസ്ഥാനം നിലകൊള്ളുന്നത് നാഗ്പൂരിലാണ്. അവിടെ വ്യക്തമായ മേധാവിത്വം BJP നേടുന്നു എന്നുള്ളതാണ്. മഹാരാഷ്ട്രയിൽ BJPയുടെ അടിത്തറ പാകിയ 2 പ്രധാനപ്പെട്ട നേതാക്കളും ഉള്ളത് ഈ നാഗ്പൂരിൽ നിന്നാണ്. നമുക്കറിയാം, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, അദ്ദേഹമാണ് നാഗ്പൂരിനെ പ്രതിനിധീകരിച്ചുള്ള MP എങ്കിൽ മഹാരാഷ്ട്രയിൽ ഇപ്പോഴത്തെ BJPയുടെ മുഖമായ ദേവേന്ദ്ര ഫട്നാവിസ്, അദ്ദേഹം വളരെ ചെറുപ്പക്കാരനാണ്. 54 വയസ്സ് മാത്രമാണ് ദേവേന്ദ്ര ഫട്നാവിസിന് ഉള്ളത്. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഒരു പ്രോഡക്റ്റ് ആണ്, ഒരു സ്വയം സേവകാണ് ദേവേന്ദ്ര ഫട്നാവിസ്. അദ്ദേഹം ജനിച്ചത് തന്നെ RSSന്റെ ആസ്ഥാനമായ നാഗ്പൂർ മേഖലയിൽ തന്നെയാണ്. വളരെ ചെറുപ്പം മുതൽ തന്നെ RSS ശാഖകളിൽ സജീവമായ ദേവേന്ദ്ര ഫട്നാവിസ് വളരെ ചെറുപ്രായത്തിൽ തന്നെ നാഗ്പൂർ സിറ്റിയുടെ മേയറായി. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ തുടർച്ചയായി 2 തവണ നാഗ്പൂർ സൗത്ത് വെസ്റ്റ് മണ്ഡലത്തിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത്. ഇപ്പോൾ നാഗ്പൂർ സൗത്ത് വെസ്റ്റ് മണ്ഡലത്തിൽ വലിയ ലീഡ് ദേവേന്ദ്ര ഫട്നാവിസിന് ഈ തവണയും ലഭിച്ചിരിക്കുന്നു. അങ്ങനെ RSSന്റെ ആശീർവാദത്തോടു കൂടി ഒരു സ്വയം സേവകായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ ദേവേന്ദ്ര ഫട്നാവിസ് എല്ലാ വിജയദശമി ദിനത്തിലും RSSന്റെ സർസംഘചാലക് നടത്തുന്ന വിജയദശമി സന്ദേശം കേൾക്കുവാൻ ഓരോ വിജയദശമിയിലും RSS ആസ്ഥാനത്തെത്തുന്ന RSSന്റെ സ്വന്തം പുത്രനായ ദേവേന്ദ്ര ഫട്നാവിസിന്റെ വലിയ പടയോട്ടമാണ് മഹാരാഷ്ട്രയിൽ എങ്ങും കാണുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ.